നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും SCRTയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സഹകാരി റൈസ് പ്ലസിൻ്റെ SCRT സീരീസ് കൂട്ടുകാർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ SCRT പാഠപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒട്ടുമിക്ക എക്സാമിനും ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്നും തന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ലെന്തി ആയിട്ടുള്ള വളരെ കൂടുതൽ ഫാക്ട്സ് ഉള്ള ഒരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ കൂട്ടുകാർ എന്ത് ചെയ്യണം, ലെക്ചർ നോട്ടും കൂടെ എഴുതി പോകണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ അടുത്ത് നടന്ന, അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന എക്സാമിന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. ഓക്കെ, അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിൽ ഇതാ തുടങ്ങുമ്പോൾ ഇതേപോലത്തെ ഒരു കോട്ട് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ കോട്ടല്ല, ഒരു എന്തെന്ന് പറയാം, ഒരു പുസ്തകത്തിലെ ഒരു ഭാഗമാണ്. സോ അത് എഴുതിയ ആളെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചേക്കണം. ആരാണ്? ജെയിംസ് ഫൾച്ചർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള പാഠഭാഗത്ത് നിന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കൃതിയിൽ നിന്നുമുള്ള ഒരു പോർഷനാണ് ഈ ഒരു പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത്. ആരുടേതാണ് സുഹൃത്തുക്കളെ? ജെയിംസ് ഫൾച്ചർ. അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള കൃതിയിൽ നിന്നുമുള്ള ചെറിയൊരു പോർഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിലോട്ട് ജസ്റ്റ് ഒന്ന് പോകാം. ഓക്കെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക്, ഈ ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന എന്താണ് സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ കിഴക്കൻ രാജ്യമുണ്ടല്ലോ, ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഓക്കെ, അതിനെയാണ് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്ന 1601 ഏപ്രിലിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വച്ച് തകർന്നു. പിന്നാലെ വന്ന അസൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിന്റെ 95% അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം സുഹൃത്തുക്കളെ, ഇതാ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഒരു PSC ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയാണ്? ദാ ഈ ഒരു കാര്യം, 1601 ഏപ്രിലിലാണ് എന്ത് ചെയ്യുന്നത്, ഇവര് ഈസ്റ്റ് ഇൻഡീസിലേക്ക്, അതായത് കിഴക്കൻ രാജ്യങ്ങളിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. ആ കപ്പലുകളുടെ പേരൊന്ന് അറിഞ്ഞു വച്ചിരിക്കണം. എന്തൊക്കെയാണ്? അസൻഷൻ, അതോടൊപ്പം തന്നെ ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകളിലാണ് എന്ത് ചെയ്യുന്നത്, അവർ യാത്ര ആരംഭിക്കുന്നത്. യാത്രയുടെ ഉദ്ദേശം എന്താണ്? കുരുമുളകും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ അവരുടെ രാജ്യത്ത് കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വളരെ ലാഭമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പിന്നീട് ആ കപ്പൽ തകർന്നു പോകുന്നുണ്ട്. പക്ഷേ നോക്കിയേ, അവിടെ മുടക്കുമുതലിന്റെ 95% വരെ അവർക്ക് എന്ത് ചെയ്യുകയാണ്, ലാഭം കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്ക് വരാനുണ്ടായ സാഹചര്യവും തുടർന്ന് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇവര് ഈ ഒരു യാത്ര തിരഞ്ഞെടുക്കുന്നു? അതായത് ഇവരെങ്ങനെയാണ് വരുന്നത്? കപ്പൽ മാർഗമാണല്ലേ വരുന്നത്. കപ്പൽ മാർഗം വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കടൽ മാർഗമാണ് വരുന്നത്, കരമാർഗം സ്വീകരിക്കുന്നില്ല. സോ എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകുന്നതും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് അവർ കടൽ മാർഗം സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ദാ ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അല്ലെ,
വളരെ സാങ്കേതികമായിട്ട് വളരെ മുന്നിട്ട് നിൽക്കുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കപ്പൽ യാത്ര തിരഞ്ഞെടുക്കുന്നു. ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. സോ ഈ ഒരു കാരണത്താലൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെങ്ങോട്ടേക്ക് വരുന്നത്, അതായത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കിഴക്കൻ പ്രദേശത്തിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അവർ വളരെയധികം സാങ്കേതികപരമായിട്ട് മുന്നോട്ട് വന്നു. അതോടൊപ്പം തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ അറിവ് കൂടി. കോമ്പസ് അല്ലെ, കോമ്പസിന്റെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ വരുന്നു. ഭൂപട നിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടായി. അതോടൊപ്പം തന്നെ കുരുമുളക് അല്ലെ, കുരുമുളകിൽ അവർക്ക് അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന കച്ചവട സാധ്യത, ഇതൊന്നും കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ കരമാർഗം സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തായിരുന്നു, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ നോക്കിയ സുഹൃത്തുക്കളെ, അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ചെറിയൊരു വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ മാപ്പിൽ ഒന്ന് പരിചയപ്പെടാം. എന്താ നോക്കി, യൂറോപ്യന്മാർ ഈ ഒരു വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഏഷ്യയിലോട്ട് കടന്നിരുന്നത്. ഓക്കെ, സോ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. പക്ഷേ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആര് കീഴടക്കുന്നു, തുർക്കിക്കാര് ആ ഒരു പ്രദേശം കീഴടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ യാത്ര മുടങ്ങുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നു സുഹൃത്തുക്കളെ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ കരമാർഗം യൂറോപ്പുകാരും അല്ലെങ്കിൽ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഏതിലെ കൂടെയായിരുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ കൂടെയായിരുന്നു. ഇതാ നമ്മൾ മാപ്പ് കണ്ടു അല്ലെ, ഈ ഒരു വഴിയായിരുന്നു എന്തെന്ന് പറയുന്നത്, ആ ഒരു വ്യാപാര ബന്ധം എന്ന് പറയുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യന്മാരുടെ വ്യാപാരം തടയുകയും ചെയ്തു. ഓക്കെ, തുർക്കികൾ ഈ പ്രദേശം കൈക്കലാക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, യൂറോപ്യന്മാർക്ക് കച്ചവടം നടത്താനായിട്ട് കഴിയുന്നില്ല. ഏതിലൂടെ, കരമാർഗം. ഓക്കെ, സോ അവർക്ക് പുതിയ പാത കണ്ടെത്തേണ്ടതായിട്ട് നിർബന്ധിതരാവുകയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കടൽ മാർഗം സ്വീകരിക്കുന്നത്. സോ കോൺസ്റ്റാന്റിനോപ്പിൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ PSC എക്സാമിന് വളരെ വേണ്ട ഒരു പാർട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, സോ അത് കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മാപ്പ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ മാപ്പ് നോക്കി പഠിച്ചാൽ അവിടെ ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ അവിടെ ഫീഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി അവർ എങ്ങനെയാണ് ഈ ഒരു കടൽ മാർഗം നമ്മുടെ ഇന്ത്യയിലോട്ടും അതുപോലെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലോട്ടും വന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് വന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാം അല്ലെ. ഇന്ത്യയിൽ ആദ്യം എത്തിച്ചേർന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിച്ചേർന്ന യൂറോപ്യന്മാർ ആരാണ്, പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന വിദേശികൾ എന്ന് പറയുന്ന ആരാണ്, പോർച്ചുഗീസുകാരാണ് അല്ലെ. കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെ കൂടാതെ പിന്നെ ആരൊക്കെ വരുന്നുണ്ട്, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർ, ദെൻ ഫ്രഞ്ച് അല്ലെ, ഫ്രാൻസുകാർ. ഇത്രയും പേര് എന്ത് ചെയ്യുന്നുണ്ട്, കടൽ മാർഗം നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തിച്ചേരുന്നുണ്ട്. സോ ഈ ഒരു കാര്യം അവിടെ അറിഞ്ഞിരിക്കും. അങ്ങനെ ഇവർ എങ്ങനെയാണ് ഇന്ത്യയിലോട്ട് എത്തിച്ചേരുന്നത് ഒന്ന് നോക്കിയേ. പോർച്ചുഗീസുകാർ ഇതിലേ വരുന്നു, ഈ ഒരു വഴി വരുന്നു. ഓക്കെ, അവിടെ ആരോ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ, ഈ ഒരു വഴി വരുന്നു, ഇവിടെ വന്ന് എത്തിച്ചേരുന്നുണ്ട്. ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കയിലുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് പറയുന്ന ഈ ഒരു കടൽ മാർഗം വഴി യൂറോപ്യന്മാർക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ എത്തിച്ചേരാനുള്ള ഒരു എളുപ്പമാർഗമായിരുന്നു. എവിടെ, ഈ ഒരു ശുഭപ്രതീക്ഷ മുനമ്പ് നമ്മൾ കഴിഞ്ഞ SCRT സീരീസുകളിൽ കൃത്യമായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ഒരു വഴി മാർഗമാണ് എന്ത് ചെയ്യുന്നത്, യൂറോപ്യന്മാർ ഇന്ത്യയിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ
പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലോട്ട് വരികയാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി വന്ന സ്ഥലം എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? കോഴിക്കോടിലുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് 1498 ആര് വരുന്നു? വാസ്കോ ഡ ഗാമ വരുന്നത്. ഓക്കെ, വളരെ നമുക്ക് അറിയാവുന്ന ഒരു ഫാക്റ്റ് ആണ്, അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വരവ് എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്യൻ ആധിപത്യത്തിന് ഇവിടെ വഴി തുറക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നു ചേർന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് അന്ന് ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരി രാജവംശമായിരുന്നു അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഈ സാമൂതിരി രാജവംശവും അതോടൊപ്പം തന്നെ അറബികളും അറബികളുമായിരുന്നു എന്ത് ചെയ്യുന്നത്? കോഴിക്കോട് തമ്മിലുള്ള ആ ഒരു വിദേശ വ്യാപാരം നിലനിന്നിരുന്നത്. അതായത് അറബികളും അതോടൊപ്പം തന്നെ കോഴിക്കോടുകാരും തമ്മിലായിരുന്നു എന്തെന്ന് പറയുന്നത്? വ്യാപാര ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിക്കുന്നില്ല. അപ്പോൾ വാസ്കോ ഡ ഗാമ വന്നു. വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷം പറയുകയാണ് എന്താണ്? ഇവിടെ അവർക്കൊരു വ്യാപാര കേന്ദ്രമൊക്കെ തുടങ്ങണം, അല്ലെങ്കിൽ അവർക്ക് കോഴിക്കോടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപാരം നടത്താനുള്ള താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആര് സമ്മതിക്കുന്നില്ല? സാമൂതിരി അതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? ഓൾറെഡി അവർ അറബികളുമായിട്ട് വ്യാപാര ബന്ധത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് ഇവർക്ക് വാസ്കോ ഡ ഗാമ നിർദ്ദേശിച്ച ആ ഒരു അനുമതി നൽകുന്നില്ല. ഓക്കെ, സോ അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാര അനുമതി നേടിയെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരടുത്ത് ചോദിച്ചു, കോഴിക്കോടിലുള്ള സാമൂതിരി അടുത്ത് ചോദിച്ചു. സാമൂതിരി സമ്മതിക്കുന്നില്ല. നേരെ എങ്ങോട്ടേക്ക് പോയി? കണ്ണൂരിലുള്ള കോലത്തിരി രാജാവിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? വ്യാപാര അനുമതി നേടിയെടുക്കുകയാണ്. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം എങ്ങോട്ടേക്ക് മടങ്ങി? പോർച്ചുഗീസിലേക്ക് മടങ്ങി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം വരികയാണ്. ഇദ്ദേഹം വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണൂരിലുള്ള ആരുമായിട്ട്? കോലത്തിരി രാജാവുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെയുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് നേരെ പോർച്ചുഗീസിലോട്ട് പോവുകയാണ്. അപ്പോൾ തൻ്റെ യാത്രയ്ക്ക് ഒരുപാട് തുക ചെലവാകുമല്ലോ. അപ്പോൾ ആ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലകം എന്ത് ചെയ്യുകയാണ്? മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എന്താണ്? കുരുമുളകിന് അവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? കേരളം ഉൾപ്പെടെ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇരട്ടിയിലധികം ലാഭം ഉണ്ടാക്കുന്നു. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ വളരെ ലാഭം ഉണ്ടായാൽ എന്ത് ചെയ്യും? ആ ബിസിനസ് വീണ്ടും തുടരുമല്ലേ. അങ്ങനെ പോർച്ചുഗീസുകാർ പിന്നെയും എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയിലോട്ട് വരികയാണ്. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല അല്ലേ. സാമൂതിരി സമ്മതിച്ചില്ല. കാരണം എന്താണ്? അറബികളുമായിട്ട് അവർ ഓൾറെഡി വ്യാപാര ബന്ധത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തിരുന്നില്ല? ഇവർക്ക് യാതൊരു അനുമതിയും നൽകിയിരുന്നില്ല. അപ്പോൾ അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ വ്യാപാര അനുമതി നൽകാതിരുന്നാൽ സ്വാഭാവികപരമായിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു സംഘർഷം ഉണ്ടാവും. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സംഘർഷങ്ങൾ ഉണ്ടായ സമയത്ത് നമ്മുടെ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാറിൽ നിന്നുമായിരുന്നു പ്രധാനമായിട്ടും ഈ സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത്. ഓക്കെ, കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്നും കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പോർച്ചുഗീസുമായിട്ട് എതിർത്ത് നിന്ന സാമൂതിരിയുടെ ആ ഒരു പടത്തലവന്മാർ അറിയപ്പെട്ടിരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ പേരല്ല. നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ആ ബോക്സിലോട്ടൊന്ന് നോക്കാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു, ഒരു വ്യക്തിയുടെ പേരല്ല. എന്താണ്? സ്ഥാനപ്പേരായിരുന്നു. സാമൂതിരിയുടെ പടത്തലവന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? കുഞ്ഞാലി മരക്കാർ. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനായിരുന്നു. അപ്പോൾ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. ആരെ പരാജയപ്പെടുത്തി? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി.
പരാജയപ്പെടുത്തി. നമുക്ക് വേണ്ടതാണ് സുഹൃത്തുക്കളേത്? അപ്പോ കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് എന്ത് ചെയ്യുന്നത്? ചാലിയം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തത്. അപ്പോ 1 കുഞ്ഞാലി മരയ്ക്കാർ 1, 2, 3, 4. ഓക്കെ, ഇങ്ങനെ 4 വ്യക്തികൾ ആ ഒരു സ്ഥാനപ്പേരില് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സാമൂതിരിയുടെ പടത്തലവന്മാരായിട്ട് അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും PSCക്ക് വേണ്ടത് 3, 4 ആണ്. ഓക്കെ, അപ്പൊ ഈ മൂന്നാമനാണ് എന്ത് ചെയ്യുന്നത്? ചാലിയം കോട്ട പിടിച്ചടക്കിയത്. ഓക്കെ, ചാലിയം കോട്ട പിടിച്ചടക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞാലി 4മനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. ഓക്കെ, അങ്ങനെ 4മനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗോവയിൽ വെച്ച് ആര് വധിക്കുകയാണ്? പോർച്ചുഗീസുകാർ വധിക്കുകയാണ്. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്ന സ്ഥാനപ്പേരുകളാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പോർച്ചുഗീസുമായിട്ട് വലിയൊരു ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. ഓക്കെ, ദെൻ ഈ ഗാമ ഏതൊക്കെ കപ്പലുകളിലൂടെയാണ് ഇന്ത്യയിൽ വന്നത്? ഓക്കെ, ആ കപ്പലിന്റെ പേര് അവിടെ നൽകിയിട്ടുണ്ട്. സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ആ 3 കപ്പലിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. ഒന്നും കൂടെ, സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ്, എഴുതി ബോക്സിലാക്കി അല്ലെങ്കിൽ സ്റ്റാർ ഇട്ട് തന്നെ വച്ചിരിക്കേണ്ട ഒരു ഫാക്റ്റ് ആണ്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ് ഒന്ന് നോക്കി. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നുമാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. അതായത് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ വാക്കുകൾ? കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ എന്ത് ചെയ്യുന്നു? പോർച്ചുഗീസ് ഭാഷയിലുള്ള വാക്കുകളാണ്. അവ എന്ത് ചെയ്യുകയാണ്? നമ്മൾ മലയാളത്തിലോട്ട് കടമെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വേർഡ്സ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഈ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓക്കെ, നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ വന്ന വർഷം ഓർമ്മയുണ്ടല്ലോ സുഹൃത്തുക്കളെ? 1495 കോഴിക്കോട് കാപ്പാടിലാണ് എന്ത് ചെയ്യുന്നത്? വാസ്കോഡ ഗാമ വന്നിറങ്ങുന്നത്. വ്യാപാര ബന്ധം കേന്ദ്രീകരിച്ചായിരുന്നു. ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യുകയാണ്? അവരുടെ ആയുധ ബലത്താൽ അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിന്റെ ബലത്താൽ ഇവിടെ അവരുടെ കുത്തക സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ വരവ് കൊണ്ട് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം നോക്കി, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. ഏതാണ് ആ കോട്ടയുടെ പേര്? മാനുവൽ കോട്ട. ഓക്കെ സുഹൃത്തുക്കളെ, അതിന്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, മാനുവൽ കോട്ടയുടെ ചിത്രം. ഓക്കെ, സോ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചിയിലാണ്. കോട്ടയുടെ പേരെന്താണ്? മാനുവൽ കോട്ട. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത നോക്കിയേ, കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൽ കീഴിലായി. അതായത് പോർച്ചുഗീസുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രദേശത്ത് ഭരിക്കുവാനായി തുടങ്ങി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരാവുന്നതാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ബുള്ളറ്റ് കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. ഓക്കെ, സോ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഓക്കെ, ചവിട്ടു നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ച യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാർ. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ഓക്കെ, മാനുവൽ കോട്ട എന്നൊക്കെ പറയുന്നത് എന്താണ്? യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു കെട്ടിട നിർമ്മാണമാണ്. അതോടൊപ്പം തന്നെ പല ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ നിങ്ങളുടെ പ്രദേശങ്ങളൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ചിലതൊക്കെ എന്തായിരിക്കും? വളരെ പ്രത്യേക രീതിയിലുള്ള കെട്ടിട നിർമ്മാണമായിരിക്കും. അതെന്താണ്? യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണമാണ്. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ഒരു PSC ആസ്പിറന്റ് എന്നുള്ള നിലയിൽ ഈ ഒരു പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. അതിൽ സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ട് പോയിന്റ് വൈസ് പഠിക്കേണ്ടത് മാനുവൽ കോട്ട. ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട, മാനുവൽ കോട്ട സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചിയിലാണ്. ദെൻ അവർ ഭരിച്ചിരുന്ന പ്രദേശങ്ങൾ കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഈ കൊച്ചിയിലൊക്കെ എന്ത് കാണാനായിട്ട് കഴിയും? ഇവരുടെ ആ ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങളൊക്കെ കാണാനായി കഴിയും. ദെൻ ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ
പ്രചരിപ്പിച്ചു. ഓക്കെ, സോ ഈ ഒരു ഫാക്ട്സ് അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ വന്ന യൂറോപ്യർ ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, അല്ലെങ്കിൽ അവരെ പറയുന്നത് എന്താണ്? നെതർലാൻഡ്സ്. ഡച്ചുകാരെന്നാണ് ഇവര് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഡച്ചുകാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സ് ആണ്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര ഓക്കെ എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാവുന്നതാണ്. കച്ചവടാധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തുകയാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യർ ആരായിരുന്നു? ഡച്ചുകാരായിരുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കി, വളരെ ഇമ്പോർട്ടൻറ്റ്, കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു എക്സാം. ഓക്കെ, ആ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഓക്കെ, അങ്ങനെ ഡച്ചുകാർ എന്ത് ചെയ്യുകയാണ്? അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരിക്ക് അടുത്തുള്ള പ്രദേശമായിട്ടുള്ള കുളച്ചലിൽ വച്ച് ഡച്ചുകാരുമായിട്ട് ഏറ്റുമുട്ടുന്നു. വർഷം വളരെ ഇമ്പോർട്ടൻറ്റ്, 1741. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ ഏറ്റുമുട്ടലിൽ വിജയം ആർക്കായിരുന്നു? മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു. ഡച്ചുകാർ പരാജയപ്പെടുന്നു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. അപ്പോൾ നമുക്ക് വേണ്ടത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഓക്കെ, അതിൽ വിജയമാർക്കായിരുന്നു? മാർത്താണ്ഡവർമ്മയ്ക്കായിരുന്നു. ദെൻ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം കുളച്ചൽ യുദ്ധം. ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. ദെൻ ഇവിടെ കുളച്ചൽ യുദ്ധസ്മാരകം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കുളച്ചലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ബേസിക് ഫാക്റ്റ് ആണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നിന്നുമുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചേക്കുക. അടുത്ത നോക്കിയ സുഹൃത്തുക്കളെ, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. അതിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? കേരളത്തിലെ 742 സസ്യങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ഈ ഗ്രന്ഥത്തിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ്? ഡച്ചുകാരുടെ സംഭാവനയാണ്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പരാമർശിച്ചിരിക്കുന്നത്? എന്താണ്? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ. ഓക്കെ, ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ആൾ ആരാണ് സുഹൃത്തുക്കളെ? ഹെൻറിക് വാൻഡ്രീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹമാണ് ഈ ഒരു രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ച ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. പ്രത്യേകം നോട്ട് ചെയ്ത് വച്ചേക്കണേ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതൻ എന്ന വ്യക്തിയാണ്. അപ്പോൾ ഇട്ടി അച്യുതനെ പറ്റി ഇവിടെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ആരെന്ന് പറയുന്നത്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് പൂർണ്ണതയിൽ എത്തുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരമുള്ള ആ ഒരു ഗ്രന്ഥം പൂർണ്ണതയിൽ എത്തുന്നത്. അപ്പുഫട്ട്
രംഗഫട്ട്, വിനായകഫട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. അപ്പോൾ ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനെ കൂടാതെ ഈ ഒരു ഗ്രന്ഥത്തിൽ പങ്കാളികളായത് ആരൊക്കെയാണ്? അപ്പുഫട്ട്, രംഗഫട്ട്, വിനായകഫട്ട് എന്നിവരും ഇതിൽ പങ്കാളികളാവുന്നുണ്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അപ്പോൾ മലയാള അക്ഷരങ്ങൾ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥമാണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫാക്ട്സ് സുഹൃത്തുക്കൾ എവിടെയുണ്ട്. ഒന്നാമത്തെ ഫാക്ട് എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയായിരുന്നു? ഡച്ചുകാരുടെ സംഭാവനയായിരുന്നു. ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് 742 ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ. ഓക്കെ, അതോടൊപ്പം തന്നെ ആരുടെ സഹായത്തോടു കൂടിയാണ് ഈ കൃതി പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ഏത് മലയാളി വൈദ്യന്റെ സഹായത്തോടു കൂടിയാണ് ഈ കൃതി പൂർത്തിയാക്കിയത്? ആരാണ്? ഇട്ടി അച്യുതൻ. അതോടൊപ്പം തന്നെ ഏത് ഡച്ച് ഗവർണറാണ് ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത്? ആരാണ്? ഹെൻറിക് വാൻഡ്രീഡ് ആണ്. ദെൻ അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത മറ്റ് വ്യക്തികൾ അപ്പുഫട്ട്, വിനായകഫട്ട്, രംഗഫട്ട്. ദെൻ ഇതില് വിവർത്തനം ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് മലയാള ഭാഷയിലോട്ട് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? ഡോക്ടർ KS മണിലാൽ. അപ്പോൾ ഇതിലെ ഓരോ സെന്റൻസും എന്താണ്? മാർക്കാണ്. ഓക്കെ, കൃത്യമായിട്ട് അവിടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെച്ചേക്കുക. ദെൻ ഇട്ടി അച്യുതനെ പറ്റി നമ്മൾ പറഞ്ഞു, ഒരു നാട്ടുവൈദ്യനാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ കഴിഞ്ഞു, ഡച്ചുകാർ കഴിഞ്ഞു, പിന്നീട് വന്ന ആൾക്കാരാരാണ്? ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഷുവറാണ്, ഉറപ്പായിട്ടും നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ വിദേശ ശക്തികൾ നടന്ന യുദ്ധത്തെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? ആരൊക്കെയാണ്? ബ്രിട്ടനും അതോടൊപ്പം തന്നെ ഫ്രാൻസും അല്ലെങ്കിൽ ഫ്രഞ്ചുകാരും നടന്ന യുദ്ധമാണ് എന്തെന്നറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കുക. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി, അതായത് പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പോൾ ഇവരെ എന്തിനാണ് ഇവിടെ വന്നത്? വാണിജ്യത്തിന് വേണ്ടിയാണ് വന്നത്, വ്യാപാരത്തിന് വേണ്ടിയാണ് വന്നത്, അല്ലേ? സോ വ്യാപാരത്തിനാകുമ്പോൾ അതില് ഏറ്റവും കൂടുതൽ മുൻപന്തി അല്ലെങ്കിൽ ആധിപത്യം നേടുവാനായിട്ട് ഇവര് രണ്ടുപേരും തമ്മിൽ യുദ്ധം നടക്കുന്നു. തൽഫലമായി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആര് പരാജയപ്പെടുന്നു? ഫ്രാൻസുകാർ പരാജയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനമായിട്ടുമുള്ള ആ ഒരു ഭരണം ഏതൊക്കെ പ്രദേശങ്ങളിൽ ഒതുങ്ങുകയാണ്? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ ചുരുങ്ങുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ കർണാട്ടിക് യുദ്ധങ്ങൾ ആരും തമ്മിൽ നടന്നതാണ്? ബ്രിട്ടീഷും അതോടൊപ്പം തന്നെ ഫ്രാൻസും. ഓക്കെ, ഇത് മൂലം എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രാൻസുകാർക്ക് പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി അവരുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണം ചുരുക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, കൃത്യമായിട്ട് അത് അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അടുത്ത ഭാഗം നോക്കിയതാ ഇവിടെ ഒരു മാപ്പാണ് നൽകിയിട്ടുള്ളത്. തന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിലായിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, അവിടെ ചുവപ്പ് മാർക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പോർച്ചുഗീസുകാർ, നീല ഡച്ചുകാർ, പച്ച ഫ്രാൻസുകാർ അല്ലെങ്കിൽ ഫ്രഞ്ച്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് മാപ്പ് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ അധീനതയിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാനായി കഴിയും. അപ്പോൾ പോർച്ചുഗീസ് അധീനവേശ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, ദാമൻ, ദിയു, ഗോവ. ഓക്കെ, കൊച്ചി, ദാമൻ, ദിയു, അതോടൊപ്പം തന്നെ ഗോവ എന്നീ 4 പ്രദേശങ്ങൾ ആരുടെ കീഴിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു. ദെൻ ഡച്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, അഹമ്മദാബാദ്, ബറോച്ച്,
ചിൻസുര. ഓക്കെ, ഏതൊക്കെയായിരുന്നു സുഹൃത്തുക്കളെ? നാഗപട്ടണം, അഹമ്മദാബാദ്, ബറോച്ച്, ചിൻസുര. അതോടൊപ്പം തന്നെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ എന്നീ പ്രദേശങ്ങൾ ആരുടെ കീഴിലായിരുന്നു? ഫ്രഞ്ചുകാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക. കൃത്യമായിട്ടും അവിടെ മാപ്പ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ അവിടെ ഫീഡ് ആകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലോട്ട് പോവുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശത്തിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളിലും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ കർണാട്ടിക് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ, ജസ്റ്റ് മാപ്പ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശവും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്? കർണാട്ടിക് എന്ന് പറയുന്നത്. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. കർണാട്ടിക് യുദ്ധത്തിന്റെ തൽഫലമായി എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രഞ്ചുകാർക്ക് കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമായി അവരുടെ ആ ഒരു ആധിപത്യം നിലനിർത്തേണ്ടതായിട്ട് വരുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇവിടെ ആരൊക്കെ വന്നു കഴിഞ്ഞു? ആരൊക്കെ വന്ന കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്? ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ആര് വന്നു? ഡച്ചുകാർ വന്നു, അത് കഴിഞ്ഞിട്ട് ഫ്രാൻസുകാർ വന്നു, ദെൻ പിന്നീട് ആര് വരികയാണ്? നമ്മളെ ഏകദേശം 200 വർഷത്തോളം ഭരിച്ചു കഴിഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആധിപത്യം എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതിന്റെ ഫലമായി ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഒരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോ അല്ലാതെ വർഷം ചോദിച്ചുകൊണ്ടോ ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ഫാക്റ്റ് ആണ് ഇവിടെ അറിഞ്ഞിരിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. നമ്മൾ ഓൾറെഡി പാഠത്തിന്റെ തുടക്ക ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1601 ഏപ്രിൽ മാസത്തിലാണ് അവര് കിഴക്കൻ രാജ്യങ്ങളിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1600 എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി തേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ വില്യം ഹോക്കിൻസ് അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ജഹാംഗീർ, അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ ഇവരുടെ അനുവാദത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്? ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണ്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. ഓക്കെ, ഇവർ പ്രധാനമായിട്ട് എന്തിനാണ് ഇവിടെ വന്നത്? വ്യാപാരത്തിനാണ് വന്നത് അല്ലേ? സോ പല ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്? കച്ചവടത്താവളം ആരംഭിക്കുകയാണ്. അതിനെ തുടർന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ആദ്യം തുടങ്ങിയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? മദ്രാസ്, ബോംബെ, കൽക്കട്ട. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ആധിപത്യം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായി പോകുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആധിപത്യം നൽകിയ 2 പ്രധാന യുദ്ധങ്ങളായിരുന്നു പ്ലാസി യുദ്ധവും അതോടൊപ്പം തന്നെ ബക്സാർ യുദ്ധവും. അപ്പോൾ ഈ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും എങ്ങനെയാണ് നടന്നത്? അതിലൂടെ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായി കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാനായി പോകുന്നത്. അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1757. പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757. ഓക്കെ, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ 1757 പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ആരുടെ നേതൃത്വത്തിലുള്ള? റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതോടൊപ്പം തന്നെ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? സ്വാഭാവികപരമായിട്ടും സൈന്യബലമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സാങ്കേതികപരമായിട്ടുള്ള പുരോഗതി കൊണ്ട് ആരെ പരാജയപ്പെടുത്തുന്നുണ്ട്? സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തുന്നുണ്ട്. പരാജയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ബംഗാളിന്റെ
ഭരണം പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ബ്രിട്ടീഷുകാർക്ക് അടിത്തറ നൽകിയ ഒരു യുദ്ധമാണ് എന്തെന്ന് പറയുന്നത്, പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അതിലൂടെ മറ്റ് പ്രദേശങ്ങളിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുവാനായി സാധിച്ചു. അതിനുശേഷം കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ കാർഷിക സമ്പന്നമായിരുന്നു ബംഗാൾ. ഓക്കെ, അത് അങ്ങോട്ട് പോകുന്തോറും നമ്മൾ പഠിക്കും. ഓക്കെ, സോ കാർഷിക സമ്പന്നമായിരുന്നത് കൊണ്ട് തന്നെ അവിടത്തെ ഭൂനികുതി കൊണ്ട് എന്ത് ചെയ്യുകയാണ്, സൈനിക ശക്തി ശക്തിപ്പെടുത്തുകയാണ്. സൈനിക ശക്തി ശക്തിപ്പെടുത്തുക മാത്രമല്ല, ആ പണം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സൈന്യത്തെ മെച്ചപ്പെടുത്തുകയും ബാക്കിയുള്ള പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്യുകയാണ്. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശവും കമ്പനി സ്വന്തമാക്കി. അപ്പോൾ രണ്ടാമത്തെ അടിത്തറ നൽകിയ യുദ്ധം ഏതായിരുന്നു, 1764 ബക്സാർ യുദ്ധം. അപ്പോൾ ഈ ബക്സാർ യുദ്ധത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശവും ആർക്ക് സ്വന്തമായി, ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ ബക്സാർ യുദ്ധം എന്നാണ് സുഹൃത്തുക്കളെ 1764, പ്ലാസി യുദ്ധം 1757. ഓക്കെ, ഈ രണ്ട് യുദ്ധങ്ങളുമാണ് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ അടിത്തറ നൽകുന്നത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് മദ്രാസ്, ബോംബെ, കൽക്കട്ട ഈ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചത്. ആദ്യത്തെ നോക്കി, 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. അപ്പോൾ ദമർല വെങ്കടാദ്രി നായിക എന്ന് പറയുന്ന അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു ഉപാധി വയ്ക്കുകയാണ്. എന്തായിരുന്നു ആ ഉപാധി, തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി എന്ത് ചെയ്യണം, നൽകണം എന്ന ഉപാധിയോടുകൂടി അദ്ദേഹം മദ്രാസ് തുറമുഖം ആർക്ക് നൽകുന്നു, ബ്രിട്ടീഷുകാർക്ക് നൽകുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എവിടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു, മദ്രാസിൽ ആധിപത്യം സ്ഥാപിക്കാനായി കഴിഞ്ഞു. അതിനുശേഷം 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഓക്കെ, പിന്നീട് ഈ പ്രദേശം ആർക്ക് കൈമാറുന്നുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറുന്നുണ്ട്. സോ ചാൾസ് രണ്ടാമന് എന്ത് ചെയ്യുന്നുണ്ട്, വിവാഹ സമ്മാനമായി കിട്ടിയ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്, ബോംബെ എന്ന് പറയുന്നത്. അങ്ങനെ ഇവർക്ക് ബോംബെയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനായി കഴിയുന്നു. അതിനുശേഷം 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ഒരുപാട് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 പ്രദേശങ്ങൾ അല്ലെങ്കിൽ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ കെട്ടിയ കോട്ടയാണ് എന്ത് സുഹൃത്തുക്കളെ, വില്യം കോട്ട എന്ന് പറയുന്നത്. ഏത് വർഷമാണ്, 1698. ഓക്കെ, ക്രമേണ ഈ പ്രദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പട്ടണമായി മാറുന്നു. പിന്നീട് ആ പട്ടണം എന്ത് പേരിൽ അറിയപ്പെടുന്നു, കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ കൽക്കട്ട എന്നുള്ള ആ പട്ടണത്തിന്റെ ഒരു പിറവി എങ്ങനെയായിരുന്നു, അവിടെ സുതനദി, കാലിക്കട്ട, ഗോവിന്ദ്പൂർ, കാലിക്കട്ട, കൽക്കട്ട, അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് കൽക്കട്ടയിലോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയും. ഓക്കെ, സുതനദി, കാലിക്കട്ട, അതോടൊപ്പം തന്നെ ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിയുകയാണ്. ഓക്കെ, അപ്പോൾ ആ കോട്ടയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്, വില്യം കോട്ട. പതുക്കെ പതുക്കെ ഈ പ്രദേശം എന്തായി മാറി, ഒരു പട്ടണമായി മാറി. ആ പട്ടണം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. സോ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചത്, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ട്സ് എന്ത് ചെയ്യാം, ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കാം. സോ കൃത്യമായിട്ട് അവിടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. റോബർട്ട് ക്ലൈവിന്റെ
ഒരു കോട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സോ റോബർട്ട് ക്ലൈവ് അല്ലേ, റോബർട്ട് ക്ലൈവ് നമ്മൾ പറഞ്ഞു എന്താണ് 1757 സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ആരുടെ കീഴിലുള്ള സൈന്യമായിരുന്നു? റോബർട്ട് ക്ലൈവിന്റെ കീഴിലുള്ള സൈന്യമായിരുന്നു. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. ഓക്കെ, ഈ ഒരു കോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന സുഹൃത്തുക്കളെ, മൈസൂരിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ ഈ മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുന്നേ അവിടെ വളരെ ശക്തനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ്? ടിപ്പു സുൽത്താൻ. ഓക്കെ, ടിപ്പു സുൽത്താനും ടിപ്പു സുൽത്താൻ്റെ പിതാവായിട്ടുള്ള ഹൈദർ അലിയും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തൽഫലമായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 1782 ഹൈദർ അലി മരണപ്പെടുകയും പിന്നീട് ടിപ്പു സുൽത്താൻ നേതൃത്വത്തിലോട്ട് വരികയും പിന്നീട് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നു. അതിനുശേഷം മൈസൂർ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫാക്ട് ഒന്ന് നോക്കാം. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായുള്ള മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. വളരെ ശക്തനായ നേതാവായിരുന്നു. 4 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതോടൊപ്പം തന്നെ മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദർ അലി മരണപ്പെടുന്നുണ്ട്. മരണപ്പെട്ടതിന് ശേഷം ആര് വരുന്നുണ്ട്? ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിക്കാൻ വരുന്നു. പക്ഷേ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ എന്ത് ചെയ്യുന്നു? മൈസൂർ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഴശ്ശി യുദ്ധങ്ങളുടെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഫാക്ട് ചേർത്ത് പഠിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അവിടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, 4 തവണ ഏറ്റുമുട്ടുന്നുണ്ട്. അതിൽ 4ാമത്തെ തവണ 4ാം മൈസൂർ യുദ്ധത്തിൽ 1799 ആര് മരിക്കുന്നു? ടിപ്പു സുൽത്താൻ മരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് മൈസൂർ ആരുടെ കീഴിലാവുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നു. അപ്പോൾ മൈസൂർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലായത്? ആ ഒരു ഫാക്ട് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗ്ലോ മറാത്ത യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മറാത്ത രാജ്യവും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. അപ്പോൾ ഇതിലെ 3ാം യുദ്ധ സമയത്ത്, ഓക്കെ, 3ാം ആംഗ്ലോ മറാത്ത യുദ്ധ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മറാത്ത ഉൾപ്പെടുന്ന പ്രദേശം ആരുടെ കീഴിലാവുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മറാത്ത എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നത്. അതിനുശേഷം പഞ്ചാബ് എങ്ങനെയാണ് കീഴിലാവുന്നത്? നോക്കിയേ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സിഖുകാർ പരാജയപ്പെടുന്നത്. അതിനുശേഷം പഞ്ചാബും ആരുടെ കീഴിലാവുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് മൈസൂർ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നത്? 1799 ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടി 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? മൈസൂർ ബ്രിട്ടീഷുകാരുടെ കീഴിലാകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മറാത്ത 3ാം മറാത്ത യുദ്ധം അല്ലെങ്കിൽ 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് ശേഷം മറാത്ത ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലാവുകയാണ്. അതിനുശേഷം സിഖുകാരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ യുദ്ധം നടക്കുന്നു. സിഖുകാർ പരാജയപ്പെടുന്നു. പഞ്ചാബ് ആരുടെ കീഴിലാവുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നു. ഓക്കെ, അങ്ങനെ ഓരോ പ്രദേശങ്ങളായിട്ടും എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാർ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും മാക്സിമം എന്ത് ചെയ്യണം? സമ്പത്ത് നേടിയെടുക്കുക എന്നതായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലക്ഷ്യം. ഓക്കെ, സോ അതിൻ്റെ ഫലമായിട്ട് അവരെന്തൊക്കെ ചെയ്തു?
മാക്സിമം നികുതി പിരിച്ചെടുക്കാനായിട്ട് നോക്കി. യുദ്ധങ്ങൾ അവർ നടത്തി. അതോടൊപ്പം തന്നെ കച്ചവടം നടത്തി എന്ത് ചെയ്യുകയാണ്? സമ്പത്ത് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കി കൊണ്ട് മുന്നോട്ട് വരുന്നു. സോ കീഴടക്കി മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ പ്രദേശങ്ങളിൽ നിന്നും മാക്സിമം ലാഭം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ സ്വീകരിച്ച മാർഗം എന്തായിരുന്നു? കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ ഓരോന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വർഷം 1793. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വർഷം 1793. അതിന്റെ ഇംഗ്ലീഷിലുള്ള പേരാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ആരാണ് നടപ്പിലാക്കിയത്? കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭു. ദെൻ എന്താണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് സെമീന്ദാർമാരാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നികുതി പിരിച്ചിരുന്നത്. സോ ഇവിടെ നികുതി പിരിച്ചിരുന്നത് ആരാണ്? സെമീന്ദാർമാരായിരുന്നു. ആരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്നു? കർഷകരുടെ കയ്യിൽ നിന്നും നികുതി പിരിക്കുന്നു. കർഷകരുടെ കയ്യിൽ നിന്നും സെമീന്ദാർമാർ നികുതി പിരിക്കുന്നു. സെമീന്ദാർമാർ എന്നിട്ട് ഈ നികുതി ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. സോ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം നികുതി പിരിവാണ്. ആരാണ് നികുതി കൊടുക്കുന്ന? ആരാണ്? സെമീന്ദാർമാരാണ് ബ്രിട്ടീഷുകാർക്ക് നേരിട്ട് നികുതി കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും കൃഷിയാകുമ്പോൾ അവിടെ ഏറ്റക്കുറച്ചിലുണ്ടാവും അല്ലേ? പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക ഇപ്പോഴും എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് സെമീന്ദാർമാർ നൽകണം. സോ സെമീന്ദാർമാർ കയ്യിൽ നിന്ന് പൈസ ഇട്ട് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. അവരെന്ത് ചെയ്യും? കർഷകരെ ചൂഷണം ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യും? നികുതി ആർക്ക് കൊടുക്കും? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ എന്ത് പിരിച്ചു? നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. സോ മാക്സിമം സമ്പത്ത് അടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒന്നാമത്തെ നികുതി നയമാണ് എന്തെന്ന് പറയുന്നത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നടപ്പിലാക്കിയത് 1793. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭു. ഇവിടെ ആരായിരുന്നു നികുതി പിരിച്ചെടുത്തത്? സെമീന്ദാർമാരായിരുന്നു. സെമീന്ദാർമാരായിരുന്നു കർഷകരിൽ നിന്നും നികുതി പിരിച്ചെടുത്തതും ബ്രിട്ടീഷുകാർക്ക് നൽകിയതും. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കി, റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1820. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793, റേറ്റ് വാരി സമ്പ്രദായം 1820. പ്രദേശം എവിടെയായിരുന്നു? ദക്ഷിണേ ഇന്ത്യ അല്ലെങ്കിൽ ഡെക്കാൻ പ്രദേശങ്ങളിലാണ് റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ആരൊക്കെയാണ് റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. അപ്പോൾ രണ്ടാമത്തെ നയം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയം ഏതായിരുന്നു? റേറ്റ് വാരി സമ്പ്രദായം 1820. പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ദക്ഷിണ ഇന്ത്യയും അതോടൊപ്പം തന്നെ ഡെക്കാനും. ആരാണ് നടപ്പിലാക്കിയത്? തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും. അപ്പോൾ നമുക്ക് എന്താണ് റേറ്റ് വാരി സമ്പ്രദായം എന്നൊന്ന് നോക്കാം. റേറ്റ് വാരി സമ്പ്രദായം എന്ന് പറയുന്നത് റയട്ട്, ആ ഒരു വേർഡ് തന്നെയുണ്ട്. റയട്ട് മീൻസ് ഇന്ത്യൻ കർഷകൻ എന്ന അർത്ഥമാണ്. അപ്പോൾ കർഷകരിൽ നിന്നും നേരിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നികുതി പിരിച്ചെടുത്തുകൊണ്ടിരുന്നത്. കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിടിച്ചെടുക്കുന്നു. നികുതി അടയ്ക്കാൻ കർഷകന് കഴിഞ്ഞില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന വേല എന്താണ്? അവരുടെ ഭൂമി എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, അവിടെ നികുതി നൽകിയിരിക്കുന്ന ആരായിരുന്നു? സെമീന്ദാർമാരായിരുന്നു. പക്ഷേ റേറ്റ് വാരി സമ്പ്രദായത്തിൽ ആരാണ് നികുതി നൽകിയിരുന്നത്? കർഷകർ നേരിട്ടാണ് നൽകിയിരുന്നത്. റയട്ട്, ആ വേർഡ് തന്നെ കിട്ടും. റയട്ട് എന്താണ്? ഇന്ത്യൻ കർഷകൻ എന്നുള്ള അർത്ഥമാണ്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ചെടുക്കുന്നു. നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഫലമായി എന്ത് ചെയ്യും?
കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു. അവിടെ നികുതി പിരിച്ചെടുത്തത് ആരാണ്? സെമീന്ദാർമാരാണ്. അത് കഴിഞ്ഞ് റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും. കർഷകർ നേരിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നികുതി നൽകിയിരുന്നത്. അടുത്ത നോക്കി, മഹൽവാരി സമ്പ്രദായം 1822 മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കി. ഉത്തരേ ഇന്ത്യയിലെ മഹാനായിട്ടുള്ള അല്ലെങ്കിൽ വലുത് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. എന്താണ്? ഉത്തരേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും പഞ്ചാബിലാണ് എന്ത് ചെയ്യുന്നത്? മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. ഏത് വ്യക്തിയാണ് നടപ്പിലാക്കുന്നത്? ഹോൾട്ട് മക്കൻസിയാണ് എന്ത് ചെയ്യുന്നത്? മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കുന്നത്. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കി നികുതി പിരിച്ചു. ഓക്കെ, അപ്പം ഗ്രാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നികുതി പിരിക്കുന്നതും. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തു. ഓക്കെ, അതായത് നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അവിടെ ഗ്രാമത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കുന്നു. മഹൽവാരി സമ്പ്രദായം 1822 നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഉത്തരേന്ത്യ, മധ്യ ഇന്ത്യ, പഞ്ചാബ്. ആരാണ് നടപ്പിലാക്കിയ വ്യക്തി? ഹോൾട്ട് മക്കൻസി. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കുന്നു. നികുതി അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലാവും. ഓക്കെ, അപ്പോൾ 3 സമ്പ്രദായങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നടപ്പിലാക്കിയ നികുതി നയങ്ങൾ: ഒന്നാമത്തെ ശാശ്വത ഭൂനികുതി സമ്പ്രദായം, രണ്ടാമത്തെ റേറ്റ് വാരി സമ്പ്രദായം, മൂന്നാമത്തെ മഹൽവാരി സമ്പ്രദായം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും പഠിച്ച പോർഷനിൽ നിന്നും എന്ത് ചെയ്യാം? കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെട്ടു നോക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ എന്ത് ചെയ്യണം? സുഹൃത്തുക്കളൊന്ന് അതിൻ്റെ ആൻസർ എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ ശരിയായിട്ടുള്ള ആൻസർ അറിയുക. ഓക്കെ, ശരിയായിട്ടുള്ളതിൻ്റെ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടിക്ക് ഇടുക. ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കി. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ രാജ്യക്കാർ ആരാണ്? ഓപ്ഷൻ എ ഡച്ചുകാർ, ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ, ഓപ്ഷൻ സി പോർച്ചുഗീസ്, ഓപ്ഷൻ ഡി ബ്രിട്ടീഷ്. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി പോർച്ചുഗീസ് ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ എ 1492, ബി 1498, സി 1505, ഡി 1510. അവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തുന്നത്. അടുത്ത നോക്കിയേ. പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയുടെ നാവിക തലവന്മാരായി പോരാടിയവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ നായർപ്പട, ഓപ്ഷൻ ബി കുഞ്ഞാലി മരക്കാർമാർ, ഓപ്ഷൻ സി പോളിഗർമാർ, ഓപ്ഷൻ ഡി സന്താളുകൾ. ആരാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി കുഞ്ഞാലി മരക്കാർമാർ അല്ലേ? കുഞ്ഞാലി മരക്കാർ 1, 2, 3, 4 ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ചെയ്യുന്നത്? ചാലിയം കോട്ടയൊക്കെ പിടിച്ചടക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഇന്ത്യൻ ഭരണാധികാരി യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യ യുദ്ധം ഏതാണ്? ഓപ്ഷൻ എ പ്ലാസി യുദ്ധം, ബി ബക്സാർ യുദ്ധം, സി കുളച്ചൽ യുദ്ധം, ഡി കർണാട്ടിക് യുദ്ധം. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി കുളച്ചൽ യുദ്ധം അല്ലെ? കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തുകയാണ്? ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ്. സോ അത് അവിടെ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? സുഹൃത്തുക്കളെ? ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ തോമസ് മൺട്രോ, ഓപ്ഷൻ ബി ഹെൻറിക് വാൻഡ്രീഡ്, ഓപ്ഷൻ സി ഡെൽഹൌസി, ഓപ്ഷൻ ഡി റോബർട്ട് ക്ലൈവ്. ആരാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ഹെൻറിക് വാൻഡ്രീഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിന് നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ. അടുത്ത ചോദ്യം നോക്കിയേ.
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം ഉറപ്പിച്ചത് ഏത് യുദ്ധത്തിലൂടെയാണ്? ഓപ്ഷൻ എ ബക്സാർ യുദ്ധം, ഓപ്ഷൻ ബി പ്ലാസി യുദ്ധം, ഓപ്ഷൻ സി കർണാട്ടിക് യുദ്ധം, ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. ഏതാണ് സുഹൃത്തുക്കളെ അവിടെ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി പ്ലാസി യുദ്ധമാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കി, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വർഷം ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്ഷൻ എ 1764, ഓപ്ഷൻ ബി 1793, ഓപ്ഷൻ സി 1820, ഓപ്ഷൻ ഡി 1857. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി 1793. ഓക്കെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാറിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയൊരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് കൂട്ടുകാരൊന്ന് പഠിക്കുക. ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് വരിക. ഓക്കെ, അപ്പോൾ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതണം. നോട്ട് എഴുതിയാൽ നമുക്കിത് പഠിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറാകുന്നത് അതിൽ നിന്നും എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നും 1 മാർക്കിനുള്ള ചോദ്യം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു.